ഇന്നൊരു ശനിയാഴ്ച ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഉണ്ടാക്കാറില്ലേ, അത് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ശനിയാഴ്ച ദിവസം ഞങ്ങൾ എന്തെങ്കിലും എല്ലാ ആഴ്ചയില്ലെങ്കിലും മിക്കതും ചിക്കൻ മേടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ബീഫ്. അപ്പോൾ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച ഞങ്ങൾ എന്തായാലും ഒരു 10 മണി വരെ ഉറങ്ങും. അത് എല്ലാവരും അങ്ങനെയാട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെള്ളപ്പോ എന്തെങ്കിലും ചപ്പാത്തിക്ക് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കത് ചിക്കൻ കറി ചൂടാക്കി കഴിക്കാമല്ലോ, പണി എടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ കേട്ടോ, പിള്ളേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്. ഇപ്പോൾ ദോശ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത്, അതായത് ഇങ്ങനെ പീസാക്കി വെച്ച് ചെറുതാക്കി. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളകും ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അന്ന് നന്നായിട്ട് വഴറ്റിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് പൊടികളുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ വീട്ടിൽ തന്നെ മസാലകളൊക്കെ, അതായത് മുഴുവൻ മസാല മേടിച്ച് പൊടിച്ചിട്ടുള്ള ഗരം മസാലപ്പൊടി അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറു തീയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ നല്ല പച്ചമണമൊക്കെ പോയി നല്ലൊരു ടേസ്റ്റ് കൂടുക അങ്ങനെ ചെയ്യുമ്പോൾ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിങ്ങനെ ഇടയ്ക്ക് വഴറ്റി കൊടുക്കുക, ഉള്ളിയും ബാക്കി പച്ചക്കറികളൊക്കെ. അതിൻ്റെ ഇടയിൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് ഉള്ളി നന്നായി എല്ലാം കൂടി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഈ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആ പൊടി ചൂടാക്കിയ പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചിട്ട് ചട്നി ഉണ്ടാക്കാൻ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ചിക്കൻ പീസുകൾ ഇട്ടിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ മൂടി വയ്ക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറായിട്ടില്ല, അപ്പോൾ ഒന്ന് തീയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് മിറ്റടിക്കാൻ പോയി. അപ്പോൾ പാറു എണീറ്റ് വരണേ മുന്നേ മിറ്റടിച്ച് കഴിഞ്ഞാൽ അവൾക്ക് എനിക്ക് വശം ബ്രേക്ക്ഫാസ്റ്റ് വേണം, അത് നിർബന്ധമാണ് എപ്പോഴും, അല്ലെങ്കിൽ ഭയങ്കര വാശിയാവും. പിന്നെ അപ്പോൾ അവൾ വരണേ മുന്നേ ഞാൻ അടിച്ച് വാരി ഒന്ന് സെറ്റാക്കി വരുമ്പോഴേക്കും പാറക്കുട്ടി എണീറ്റിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ചേച്ചി എണീറ്റിട്ട്, അപ്പം നേരത്തെ എണീറ്റ് പാറും. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി ആവണേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ മൂടിയിട്ട് അമ്മുദേ എണീറ്റ് ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടി ഇരിക്കട്ടെ. അങ്ങനെ രണ്ടുപേർക്കും ചട്നിയും ദോശയും കൊടുത്തിട്ട്. അപ്പോൾ പാറുവിന് പച്ചമുളക് ഇടാണ്ട് ഉണ്ടാക്കിയ ചട്നിയും അമ്മുവിന് മുളകിട്ടിട്ടുള്ള ചട്നിയാണ്. അങ്ങനെ ഞാൻ ചോറൊക്കെ ഊറ്റി നമ്മുടെ ടിപ്പു ചേട്ടൻ അവൻ്റെ തീറ്റയും ഒരു ദോശയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാനും കഴിച്ചോട്ടെ ദോശ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.